സോ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിൽ ആൽക്കഹോളിക് ബീവറേജസ് അല്ലെങ്കിൽ ഫെർമെൻറ്റഡ് ബീവറേജസ് കഴിഞ്ഞാൽ അടുത്ത പ്രോഡക്റ്റ് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റായിട്ട് മൈക്രോ ഓർഗാനിസംസിനെ വെച്ച് ഉണ്ടാകുന്നതാണ് ആൻറ്റിബയോട്ടിക്സ്. സോ ആൻറ്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് തന്നെയാണ്. സോ ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞത് എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞ വേർഡ് വന്നത്. അതിൽ ആൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻസ്റ്റ് എന്നാണ് അർത്ഥം. ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ്. സോ എഗെയിൻസ്റ്റ് ലൈഫ് എന്നാണ് ആൻറ്റിബയോട്ടിക്സിൻ്റെ അർത്ഥം. എഗെയിൻസ്റ്റ് ലൈഫ്. ഇവിടെ ഈ എഗെയിൻസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞ കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ബേസിട്ടാണ്. അതായത് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ചില കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ കെമിക്കൽ സബ്സ്റ്റൻസ് വേറെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. സോ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനെതിരായിട്ട് നിൽക്കുന്നത് എന്നതിൻ്റെ ബേസിലാണ് ആൻറ്റിബയോട്ടിക്സിൻ്റെ അർത്ഥം അഗെയിൻസ്റ്റ് ലൈഫ്. അതേസമയം മനുഷ്യനെ സംബന്ധിച്ച് അതൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് അതിനെ പ്രോ ലൈഫ്. സോ മനുഷ്യൻ്റെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ അത് പ്രോ ലൈഫും, ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ അത് എഗെയിൻസ്റ്റ് ലൈഫ്. ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് അത് എഗെയിൻസ്റ്റും അതേസമയം ഹ്യൂമൻ ബീയിങ്സിന് അതൊരു പ്രോ ലൈഫുമാണ്. സോ ഇതാണ് ആൻറ്റിബയോട്ടിക്സ്. സോ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോബ്സ്. ഈ മൈക്രോ ഓർഗാനിസംസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ആൻറ്റിബയോട്ടിക്സ്. ആ കെമിക്കൽ സബ്സ്റ്റൻസ് മറ്റ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യുകയോ ചെയ്യുന്നു. സോ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോബ്സ് ദാറ്റ് കിൽ അതർ microorganism or retard the growth of other microorganism. So അത് ഈ മൈക്രോ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡിസ്കവറി, ഒരുപാട് ഡിസ്കവറീസ് ആൻറ്റിബയോട്ടിക്സിന് 20th സെഞ്ച്വറിയിലാണ് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡിസ്കവറി തുടങ്ങിയത്. സോ 20th സെഞ്ച്വറിയിൽ ഒരുപാട് ഡിസ്കവറീസ് ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ച് വന്നു. അതൊക്കെ ഒരുപാട് നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയുടെ വെൽഫെയറിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ മനുഷ്യൻ്റെ ആ ഹ്യൂമൻ സൊസൈറ്റിക്ക് വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവനകൾ ഈ 20th സെഞ്ച്വറിയിലുണ്ടായ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡിസ്കവറി നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ ആൻറ്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അതിനെ ഇൻവെൻറ്റ് ചെയ്ത് ഒരു ആകസ്മികമായിട്ട് വളരെ തികച്ചും ഒരു യാദൃശ്ചികമായിട്ട് നമ്മൾ പർപ്പസ്ഫുള്ളി ആയിട്ടുള്ള ഒരു ഡിസ്കവറി അല്ല. ഏതെങ്കിലും ഒരു സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സയൻസിൽ നടക്കുന്ന അങ്ങനത്തെ ചില ഡിസ്കവറീസ് ഉണ്ട്. വേറെ എന്തെങ്കിലും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു തികച്ചും യാദൃശ്ചികമായിട്ട് ഒരു കണ്ടുപിടുത്തങ്ങൾ നടക്കാറുണ്ട്. അങ്ങനത്തെ ഒരു ഡിസ്കവറിയാണ് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡിസ്കവറി. ആൻറ്റിബയോട്ടിക്സിനെ ഡിസ്കവർ ചെയ്തത് അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ്. സോ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് സ്റ്റെഫൈലോകോക്കസ് കോക്കൈ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ, സ്റ്റെഫൈലോകോക്കസ് കോക്കൈ എന്ന് പറഞ്ഞ ബാക്ടീരിയ എന്ന് പറഞ്ഞത് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ് സ്റ്റെഫൈലോകോക്കസ് കോക്കൈ. സോ ഈ സ്റ്റെഫൈലോകോക്കസ് കോക്കൈ എന്ന് പറഞ്ഞ ആ ബാക്ടീരിയയിൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്. സോ ഈ സ്റ്റെഫൈലോകോക്കസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ആ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത ഒരു അൺവാഷ്ഡ് ആ കൾച്ചർ പെട്രിപ്ലേറ്റുകളിലാണ് അത് കൾച്ചർ ചെയ്തിരുന്നത്. ആ പെട്രിപ്ലേറ്റുകളിൽ വാഷ് ചെയ്ത് വെക്കാത്ത, കഴുകാണ്ട് വെച്ചിരുന്ന കൾച്ചർ പ്ലേറ്റുകൾ, അൺവാഷ്ഡ് ആയിട്ടുള്ള കൾച്ചർ പ്ലേറ്റുകളിൽ അദ്ദേഹം തികച്ചും യാദൃശ്ചികമായിട്ട് ഒരു മോൾഡിനെ കണ്ടു. ഒബ്സർവ്ഡ് എ മോൾഡ് എന്ന് പറഞ്ഞാൽ പൂപ്പൽ. സോ ഈ പറഞ്ഞ കൾച്ചർ പ്ലേറ്റുകളിൽ വാഷ് ചെയ്യാത്ത അല്ലെങ്കിൽ അൺവാഷ്ഡ് ആയിട്ടുള്ള കൾച്ചർ പ്ലേറ്റുകൾ, സ്റ്റെഫൈലോകോക്കസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ കൾച്ചർ നടത്തുന്ന ആ വർക്കിലുള്ള ആ കൾച്ചർ പ്ലേറ്റുകളിൽ വാഷ് ചെയ്ത് വയ്ക്കാത്ത ആ കൾച്ചർ പ്ലേറ്റുകളിൽ ഒരു മോൾഡിൻ്റെ പ്രസൻസ് കണ്ടു. അതായത് ഒരു മോൾഡ് എന്ന് പറഞ്ഞാൽ പൂപ്പൽ. സോ മോൾഡ്, ആ മോൾഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ മോൾഡിന് ചുറ്റും സ്റ്റെഫൈലോകോക്കസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയ്ക്ക് വളരാൻ സാധിച്ചില്ല. സോ ഈ പൂപ്പലിന് ചുറ്റും സ്റ്റെഫൈലോകോക്കസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയ്ക്ക് വളരാൻ സാധിക്കാത്തത് കണ്ട് തികച്ചും വളരെ സർപ്രൈസ്ഡായി നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ്. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ മോൾഡ് അഥവാ നമ്മുടെ ഒരു ഫംഗസ്, ആ പൂപ്പൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സം കെമിക്കൽസ് കാരണം ഈ സ്റ്റെഫൈലോകോക്കസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയ്ക്ക് വളരാൻ സാധിച്ചില്ല. അങ്ങനെയാണ് തികച്ചും യാദൃശ്ചികമായിട്ട് ഒരു ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. സോ അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടുപിടിച്ച ആ
ആൻറ്റിബയോട്ടിക്കാണ് പെൻസിലിൻ. ആ പെൻസിലിൻ ഏത് ഫംഗസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പെൻസിലിയം നൊട്ടേറ്റം. സോ പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറഞ്ഞ ഫംഗസിൽ നിന്നാണ് പെൻസിലിൻ എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക് അഥവാ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പെൻസിലിനാണ് സ്റ്റെഫൈലോകോക്കസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്ത്, അതിനെ വളരാതിരിക്കാനായിട്ട് പ്രോഹിബിറ്റ് ചെയ്ത്, അതിനെ തടുത്ത് നിർത്തിയത് ആരായിരുന്നു? ഈ പെൻസിലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ സബ്സ്റ്റൻസിന്. അങ്ങനെയാണ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ അലക്സാണ്ടർ ഫ്ലെമിങ് കണ്ടുപിടിച്ചത്. സോ സ്റ്റെഫൈലോകോക്കൈ ബാക്ടീരിയയുടെ സ്റ്റഡിയിൽ അതിൻ്റെ വർക്കിലാണ് അലക്സാണ്ടർ ഫ്ലെമിങ് പെൻസിലിൻ എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക് പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറഞ്ഞ ഫംഗസിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത്. എന്നാൽ ഇതിൻ്റെ പ്യുവറായിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഈ പറഞ്ഞ ആൻറ്റിബയോട്ടിക്കിൻ്റെ കീമോതെറാപ്പറ്റിക് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എന്താണ് ഒരു ആൻറ്റിബയോട്ടിക്, ആൻറ്റിബയോട്ടിക്കിന് എന്തൊക്കെ കീമോതെറാപ്പറ്റിക് വാല്യൂ ഉണ്ട്, അതുപോലെ അതിന് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പിന്നെ സഹായിച്ചത് ഏർണസ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞതും അതുപോലെ ഹവാർഡ് ഫ്ലോറി എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റാണ്. സോ ഏർണസ്റ്റ് ചെയിൻ ആൻഡ് ഹവാർഡ് ഫ്ലോറിയാണ് ഈ പറഞ്ഞ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഏറ്റവും കീമോതെറാപ്പറ്റിക് വാല്യൂ, അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എന്താണ് ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ആക്ച്വൽ പൊട്ടൻഷ്യൽ എന്ന് മനസ്സിലാക്കി തന്നത് ഏർണസ്റ്റ് ചെയിനും ഹവാർഡ് ഫ്ലോറിൻ്റെയും ഡിസ്കവറീസിൽ നിന്നാണ്. പിന്നീട് ഈ ഏർണസ്റ്റ് ചെയിനും ഹവാർഡ് ഫ്ലോറിയും അതുപോലെ നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിങ്ങും 3 പേർക്കും 1945 ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡിസ്കവറിക്ക് വേണ്ടിയിട്ട് നോബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. സോ 1945 അലക്സാണ്ടർ ഫ്ലെമിങ്ങിനും ഏർണസ്റ്റ് ചെയിൻ ആൻഡ് ഹവാർഡ് ഫ്ലോറി ഈ 3 പേർക്കും കൂടി ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡിസ്കവറിക്ക് വേണ്ടി ആ കണ്ടുപിടുത്തത്തിന് നോബൽ പ്രൈസ് 1945 ലഭിക്കുകയുണ്ടായി. സോ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആൻറ്റിബയോട്ടിക്സ് ഇല്ലാത്തൊരു ലോകത്തെ സങ്കല്പിക്കാനേ പറ്റില്ല. സോ ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരുപാട് ഡെഡ്ലി ആയിട്ടുള്ള വളരെയധികം നമുക്ക് മരണം സംഭവിക്കാൻ വരെ കാരണമായേക്കുന്ന ഒരുപാട് ഡിസീസുകളുണ്ട്. അങ്ങനത്തെ ഡെഡ്ലി ഡിസീസുകൾക്ക് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പ്ലേഗ്, നമ്മുടെ എലിപ്പനിന്ന് പ്ലേഗ്, അതുപോലെ വൂപ്പിംഗ് കഫ് അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് ഖാലി ഖാൻസി, വൂപ്പിംഗ് കഫ് അല്ലെങ്കിൽ വില്ലൻ ചുമ എന്ന് പറയും. അതുപോലെ ഡിഫ്തീരിയ, ഖാൽഖോട്ടു ഡിഫ്തീരിയ, അതുപോലെ ലെപ്രസി, കുഷ്ഠരോഗം. സോ പ്ലേഗ്, വൂപ്പിംഗ് കഫ്, ഡിഫ്തീരിയ, ലെപ്രസി തുടങ്ങിയ വളരെ എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ള ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസ് കോസിങ് ആയിട്ടുള്ള ആ ഒരു ഡിസീസുകൾക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്, അതിനെയൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള ഒരു ആൻറ്റിബയോട്ടിക് ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരുപാട് ആൻറ്റിബയോട്ടിക്സ്. സോ നമുക്ക് ഒരുപാട് 7000-ഓളം ഏകദേശം ആൻറ്റിബയോട്ടിക്സുകൾ ഇപ്പോഴുമുണ്ട്. എന്നാൽ ഒരു 150 ആൻറ്റിബയോട്ടിക്സുകൾ മാത്രമേ മാർക്കറ്റ് ചെയ്യുന്നുള്ളൂ. ഓരോ വർഷവും 300-ഓളം ആൻറ്റിബയോട്ടിക്സുകൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് വൈഡ്ലി യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് പെൻസിലിനാണ്. സോ ഈ പെൻസിലിൻ എന്ന് പറയുന്നത് ഈ 2ാം ലോകമഹായുദ്ധത്തിൽ സെക്കൻഡ് വേൾഡ് വാറിൽ അവിടുത്തെ അമേരിക്കൻ സോൾജേഴ്സിന് അവരുടെ വൂണ്ടിൽ നിന്ന് അമേരിക്കൻ സോൾജേഴ്സിന് അവിടെ ആ യുദ്ധത്തിൽ ഈ സെക്കൻഡ് വേൾഡ് വാർ സമയത്തുണ്ടായ വൂണ്ടുകളിൽ നിന്ന് പരിക്കുകളിൽ നിന്ന് ട്രീറ്റ് ചെയ്യാനായിട്ട് പെൻസിലിൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ ആൻറ്റിബയോട്ടിക്സുകൾ ഇല്ലാത്ത ഒരു ലോകത്തെ ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡിസ്കവറി നമ്മുടെ ഹ്യൂമൻ വെൽഫെയർ അല്ലെങ്കിൽ ഹ്യൂമൻ സൊസൈറ്റിക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ട്. സോ ആൻറ്റിബയോട്ടിക്സ് ഇൻഡസ്ട്രിയലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അങ്ങനെയാണ് നമുക്ക് ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത്.